നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് KSDMA അഥവാ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ടാബിൽ ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു സെക്ഷൻ കാണാം. പ്രൊജക്ട്സ് എന്നൊരു സെക്ഷന് ശേഷം ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു സെക്ഷൻ കാണാം. ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ജോബ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. ഈ ഒരു പേജിൽ ഒന്നാം നമ്പറായി നൽകിയിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് ഫോർ സെലക്ഷൻ ടു വേരിയസ് കോൺട്രാക്ച്വൽ പോസ്റ്റ് അണ്ടർ KSDMA എന്നൊരു ലിങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ട് ലിങ്കുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനോടൊപ്പം നൽകിയിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ലിങ്കും അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പേജിൻ്റെ ലിങ്കുമാണ്. അപ്പോൾ ആദ്യത്തെ ലിങ്കായ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പണായി വരിക. ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 6/10/2020 ഒക്ടോബർ 6 പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഓൺലൈനായി നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടതെന്ന ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഏറ്റവും പുതിയ CV, അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ കോപ്പി സ്കാൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്നതും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത കോപ്പിയും നിങ്ങൾ എടുത്തു വെക്കണം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും JPEG ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസ് 200 KB താഴെ ആയിരിക്കണം. 200 KB ആണ് അതിൻ്റെ മാക്സിമം സൈസ്. മാത്രമല്ല അതിൻ്റെ സിഗ്നേച്ചർ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സിഗ്നേച്ചറിൻ്റെ സൈസ് ഏകദേശം 50 KB മാത്രമേ പാടുകയുള്ളൂ. 50 KB കൂടുതലായാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. CVയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് 3 MB കൂടുതൽ വരുവാൻ പാടില്ല. PDF ഫയൽ അപ്ലോഡ് ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ ഇവിടെ നോക്കി വയ്ക്കുക. നിങ്ങളുടെ ഫോട്ടോന് വേണ്ട സൈസ്, ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെ പോസ്റ്റുകളാണ് ഒഴിവുകളെന്നെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും എത്തരത്തിലുള്ളതായിരിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു എൻവയോൺമെൻറ്റൽ പ്ലാനറിന് വരുന്നത് MTech അല്ലെങ്കിൽ ME ആണ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അതുപോലെ മെട്രോളജിസ്റ്റിന് വേണ്ടത് MSc അറ്റ്മോസ്ഫിയറിക് സയൻസസ് ഓർ മെട്രോളജി ഇക്വലൻ്റ് ആണ്. ഈ രണ്ട് പോസ്റ്റുകൾക്ക് 4 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സിന് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സേഫ്റ്റി എഞ്ചിനീയറിന് വേണ്ടത് BTech ഓർ BE ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ ഓർ ഇൻഡസ്ട്രിയൽ കെമിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 60% കുറവ് ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അവർക്ക് വേണ്ട. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർക്ക് വേണ്ടത് BTech ഓർ BE ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക്. അപ്പോൾ തന്നെ ഇവർക്കും 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വേണ്ടത്. സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSW വിത്ത് അറ്റ്ലീസ്റ്റ് 60% ആണ്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഹസാർഡ് അനലിസ്റ്റ് സിവിലിന് വേണ്ടത് BTech ഓർ BE ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന് 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നുണ്ട്. ഹസാർഡ് അനലിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. ഓർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിത്ത് 70% മാർക്കും ഉണ്ടായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ട ലഭിക്കുന്ന സാലറികളെല്ലാം ഏകദേശം 30,000 രൂപ മുതൽ 31,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഈ പറയുന്ന പോസ്റ്റുകൾക്കെല്ലാം ലഭിക്കുന്ന സാലറി. അടുത്ത പേജിൽ പറയുന്നത് ഹസാർഡ് അനലിസ്റ്റിന് വേണ്ടത് MSc ഓഷ്യാനോഗ്രഫി ഓർ ഓഷ്യൻ സയൻസസ് വിത്ത് 70% മാർക്കാണ്. അവർക്ക് തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഹസാർഡ് അനലിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA MSc എക്കണോമിക്സോ അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് ഓർ അപ്ലൈഡ് എക്കണോമിക്സ് ഇൻ 70% അഗ്രിഗേറ്റ് മാർക്ക്. അത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യം. തന്നെ ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ SSLC ആണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ITIയോ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് മെയിൻ്റനൻസിലോ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ എക്സ്പീരിയൻസും വാലിഡ് ആയിട്ടുള്ള 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ആവശ്യം. 25 വയസ്സ് ഉള്ളവർ മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ ഫീൽഡ് അസിസ്റ്റന്റ് പറഞ്ഞിട്ട് വേറൊരു പോസ്റ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന് വേണ്ടതും SSLC അതോടൊപ്പം തന്നെ ITI, അതായത് ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കുമെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമായിട്ടുണ്ട്. അടുത്ത മൾട്ടി ടാസ്കിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് വേർഡ് പ്രോസസിംഗ് സ്കിൽസ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മൾട്ടി ടാസ്കിംഗ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത അക്കൗണ്ടന്റ് വരുന്നുണ്ട്. അക്കൗണ്ടന്റ് വേണ്ടത് BCom MCom 50% മാർക്കോടുകൂടി, മാത്രമല്ല MS ഓഫീസ്, ടാലി, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് എല്ലാം അറിഞ്ഞിരിക്കണമെന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അത് ഹൈഡ്രോളജിസ്റ്റ് എന്ന വേക്കൻസിക്ക് വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓർ ഇക്വാലൻറ്റ്
എന്നൊരു ക്വാളിഫിക്കേഷനാണ്. മാത്രമല്ല 60% മാർക്കോടുകൂടി ഈ വിഷയങ്ങളിൽ പാസ്സായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റിന് വേണ്ട പോസ്റ്റ് ഗ്രാജുവേഷൻ അഗ്രികൾച്ചർ 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമായിട്ടുണ്ട്. 25 വയസ്സ് മുതൽ 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. എല്ലാ വേക്കൻസിക്കും 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോസ്റ്റുകൾക്ക് എല്ലാം ലഭിക്കുന്ന സാലറിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. മറ്റുള്ള വേക്കൻസികളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സീനിയർ കൺസൾട്ടന്റിന് വേണ്ടത് മാസ്റ്റർ ഡിഗ്രി ഇൻ എംഫിൽ ഓർ PhD. അത് സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ജിയോഗ്രഫി, അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, അർബൻ പ്ലാനിംഗ് ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റാണിത്. 65 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിരുന്നത്. PhD അത്തരത്തിലുള്ള എക്സ്പീരിയൻസും മാസ്റ്റേഴ്സ് ഡിഗ്രി എംഫിൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത്. അടുത്ത ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് സ്പീഡ് 40 വേർഡ് പെർ മിനിറ്റ് വേണം. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടേഴ്സ് പ്ലസ് നോളജ് ഓഫ് MS ഓഫീസ് സ്യൂട്ട്, അഡോബ് റീഡർ, ഇന്റർനെറ്റ്, ഇമെയിൽ എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 22,000 രൂപയാണ് ശമ്പളം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മാക്സിമം ഏജ് 35 വയസ്സാണ്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള 35 വയസ്സിന് താഴെയുള്ള ആർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് വരുന്ന കൺസൾട്ടന്റ് എന്നൊരു പോസ്റ്റാണ്. ഇതിലേക്ക് വേണ്ട മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ജിയോഗ്രഫി, അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, അർബൻ പ്ലാനിംഗ് ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഉത്തമമായിരിക്കും എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ട എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റാണ്. ഇതിലേക്ക് 65 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും നൽകിയിരുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടൊപ്പമുള്ള അതിൻ്റെ സാലറി എത്രയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എത്രയാണൊക്കെ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10ാം ക്ലാസ് ITI യോഗ്യത ഉള്ളവർക്ക് മുതൽ മാസ്റ്റേഴ്സ് PhD ഡിഗ്രി വരെ ഉള്ളവർക്ക് വരെ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇവർ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് നിയമനമായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല അതിനുശേഷം ചിലപ്പോൾ ഇത് റിന്യൂവൽ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്ട് പീരീഡിലേക്കാണ് നിയമനം നടത്തുന്നത്. മാത്രമല്ല ചിലപ്പോൾ അതിൽ കൂടുതൽ സമയത്തേക്ക് നീട്ടി നൽകുവാനും സാധ്യതയുണ്ട്. 1 വർഷം എന്നോ 2 വർഷമോ 3 വർഷമോ ആയി അവർക്ക് നിലവിലുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ പ്രൊജക്റ്റുകളെ ആശ്രയിച്ചായിരിക്കും അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് 7/10 ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആയത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള 27/10/2020 5 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പേജ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ഒരു പോസ്റ്റുകളിൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള ആളുകൾ ഈ ഒരു ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ പോസ്റ്റിലേക്കുമുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നീട് ഒരു ഇന്റർവ്യൂ. അത്തരത്തിലായിരിക്കും ഈ ഒരു സെലക്ഷൻ ഉണ്ടാവുക. എല്ലാ വേക്കൻസികളിലേക്കും അത്തരത്തിൽ തന്നെയായിരിക്കും സെലക്ഷൻ. ആദ്യം നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷനുകൾ അവർ സോർട്ട് ചെയ്ത് അതിൽ നിന്നും യോഗ്യരായവരെ ഒരു എക്സാമിന് ക്ഷണിക്കുകയും ആ എക്സാം കഴിഞ്ഞതിന് ശേഷം പാസ്സായവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ആ ഇൻ്റർവ്യൂവിൽ കൂടി പാസ്സായാലാണ് മാത്രമാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. എത്തരത്തിലായിരിക്കും കാര്യങ്ങളെല്ലാം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. ഇനി എത്തരത്തിലാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയി അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ച പേജിൽ അതായത് നേരത്തെ കാണിച്ചതുപോലെ ഈ ഓപ്പർച്യൂണിറ്റീസ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ജോബ്സ് എന്നൊരു സെക്ഷൻ കാണാം. ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ലഭിക്കും. ഇതിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാനിപ്പോൾ കാണിച്ചതുപോലത്തെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഓപ്പണായി വരിക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അത്തരത്തിൽ അതിന് താഴെയായി തന്നെ ഇത്തരത്തിൽ legacymegaexams.com എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് ഓപ്പണായി വരിക. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു പേജാണിത്. അപ്പോൾ അതിന് മുമ്പ് തുടക്കത്തിൽ അവർ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി വായിച്ചതിന് ശേഷം നിങ്ങൾ യോഗ്യരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് മാത്രം അപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോയുടെ ഫോർമാറ്റ് JPG ഫോർമാറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ 200 KB സൈസിന് താഴെ ആയിരിക്കണം ഫോട്ടോഗ്രാഫ്. അതുപോലെ തന്നെ സിഗ്നേച്ചർ വരുന്നത് 50 KB സൈസിന് താഴെ ആയിരിക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന സൈസുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി വായിച്ച് നോക്കുക. SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവർക്ക് മാർക്ക് റിലാക്സേഷനും അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ താഴത്ത് വന്നു കഴിഞ്ഞാൽ പ്രൊസീഡ് എന്നൊരു സെക്ഷൻ കാണാം. ഈ പ്രൊസീഡ് എന്നൊരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജായിരിക്കും ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വീണ്ടും അവർ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി വായിച്ച് നോക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഒരിക്കൽ കൂടി വായിച്ച് നോക്കാനുള്ളവർക്ക് ഇവിടെ ഒന്ന് വായിച്ച് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലിങ്കിൽ വഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അതേ ഡോക്യുമെന്റ് തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിനടിയിലായിട്ട് പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ ഓൺലൈൻ പേജാണ് ഇത് വരിക. അപ്പോൾ ഇതിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യേണ്ടത്. പേര്, അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നൊരു ഭാഗത്ത് സെലക്ട് എന്നൊരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റുകളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ വരും. അപ്പോൾ ഏതിലേക്കാണ് വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അത്തരത്തിൽ മൾട്ടി ടാസ്കിംഗ് ഓഫീസർ ഇത്തരത്തിൽ ഏത് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇത്തരത്തിൽ ഏതിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതോടെ തന്നെ ഇമെയിൽ നൽകണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകണം, റിലീജിയൻ, കാസ്റ്റ്, അതോടെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷം നിങ്ങളുടെ കാറ്റഗറി SC ആണോ ST ആണോ OBC ആണോ എന്നെല്ലാം അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ജനറൽ ആണെങ്കിൽ ജനറൽ എന്നും രേഖപ്പെടുത്തുക. അത്തരത്തിൽ അതിന് ശേഷം വെദർ എലിജിബിൾ ഓഫ് ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം SO അല്ലെങ്കിൽ നോയോ കൊടുക്കാം. എസ് ആണെങ്കിൽ S കൊടുക്കാം. അതോടൊപ്പം തന്നെ പെർമനൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സാണ് അടുത്ത് നൽകേണ്ടത്. സിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ് എന്നിവ ആണ് ഇവിടെ നൽകേണ്ടത്. പിന്നെ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ടിങ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഉയർന്ന യോഗ്യത ആദ്യം നൽകുക, അതിന് ശേഷം അതിന് താഴെയുള്ള യോഗ്യതകൾ താഴെയായിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യത്തെ ഒരു കോളത്തിൽ കോഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ, യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് വർഷമാണ് കംപ്ലീറ്റ് ആയത്, അതിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഫസ്റ്റ് ക്ലാസ് ആണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്നെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്ത് ചൂസ് ഓർ ഡ്രോപ്പ് ഫയൽ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. വേറെ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷനാണ് ആദ്യം ഫില്ലപ്പ് ചെയ്യേണ്ടത്. അടുത്ത് വരുന്ന വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ നൽകുക. അതും ഇതുപോലെ തന്നെയാണ് നൽകേണ്ടത്. സ്റ്റാർട്ടിംഗ് വിത്ത് ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം വർക്ക് ചെയ്തിരുന്നതായ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും സ്ഥാപനത്തിൻ്റെ നിങ്ങൾ വർക്ക് ചെയ്ത ഡെസിഗ്നേഷൻ്റെ ഡീറ്റെയിൽസും അവിടെ നൽകണം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആദ്യം നൽകേണ്ടത്. അതിനുശേഷം നിങ്ങൾ മുൻപ് ചെയ്ത എക്സ്പീരിയൻസുകളും എഴുതുക. ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്ന് ചൂസ് ഓർ ഡ്രോപ്പ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഏറ്റവും പുതിയ CV ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു CV അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഈ ഒരു നീല കളർ വരുന്ന ടാബിൽ ചൂസ് ഔട്ട് ഡ്രോപ്പ് ഫയൽ എന്നൊരു ഇത് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CV അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫോട്ടോ, അതോടെ തന്നെ സിഗ്നേച്ചർ എല്ലാം ഇതേപോലെ ഈ ഒരു ഭാഗത്തെ ചൂസ് ഓർ ഡ്രോപ്പ് ഫയൽ എന്ന ഈ ഒരു ഭാഗത്തെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിക്ലറേഷൻ ബാർ കൂടി ഇവിടെയുള്ള ചതുരത്തിലുള്ള ഈ ഒരു ബോക്സ് കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സബ്മിറ്റ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഇത് ഓൺലൈനായിട്ട് ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിൽ യോഗ്യരായവർ അതാത് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യേണ്ട ലിങ്കും, അതായത് ഈ ഒരു പേജാണ്, ഈ ഒരു പേജ് വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടുന്ന് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം അടുത്ത പേജിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം വായിക്കുക. അതിന് ശേഷം വീണ്ടും പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിൻ്റെ, അതായത് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഈ ഒരു പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 27 5 മണിക്ക് മുമ്പേ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷ ഫീസിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുകയില്ല. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായി വായിച്ച് നോക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും 27/10/2020 ഒക്ടോബർ 27 മുമ്പ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.